പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ വാതുക്കലാണ് ഈ റോഡ് കിടക്കുന്നത്. പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ബാംഗ്ലൂർ എന്നാലും അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ബാംഗ്ലൂർ വന്നാലും പുതുപ്പള്ളിയിൽ എവിടെയാണ് താമസിക്കുന്നത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് എന്നറിയപ്പെടുന്നത്. ഇനി എന്തിലും ആയിക്കോട്ടെ, പച്ചയ്ക്കൊരു മനുഷ്യൻ പറയുന്നൊരു കാര്യം, ഇത് നന്നാക്കാൻ ഈ പുതുപ്പള്ളി പഞ്ചായത്തിന് സാധിക്കുകയില്ലേ? ഒറ്റ ചോദ്യമുള്ളൂ. ഈ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ വാതിൽക്കൽ കിടക്കുന്ന ഈ കയ്യെത്തും ദൂരത്തുള്ള മീറ്റർ ദൂരത്ത് നന്നാക്കാനുള്ള ഈ ഫണ്ട് ഈ പുതുപ്പള്ളി പഞ്ചായത്തിന് ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അത് ഇവർക്ക് ഇതിനകത്ത് ഇരിക്കാനൊരു ഉളുപ്പില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത്ര വാതിൽക്കൽ കിടന്നിട്ട് ഈ പൊടിയടിച്ച് ഇതിനകത്ത് ഇരിക്കാനായിട്ട് ജോലിക്ക് വരാനും പോകാനും അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കാനും ഒരു ഉളുപ്പില്ല എന്നുള്ളത് ഭയങ്കര ഒന്നുമില്ല കേട്ടോ. പുതുപ്പള്ളിക്കാരെ എല്ലാവരും ഞങ്ങൾ പിരിവ് തരാൻ ഞങ്ങൾ സമ്മതമാണ്. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി ഇത്ര രൂപ പിരിവ്, അതായത് ഒരു വീട്ടിന് ഇത്ര രൂപ പിരിവിന് ഞങ്ങൾ കൊടുക്കാം. ഈ റോഡൊന്നും നന്നാക്കിയാൽ മതി. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്താണ്. അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുൻവശത്തുള്ള വഴി ടാറിങ് ആണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷേ ഇത് നമ്മുടെ ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ച ആ കുഴിയെടുത്ത് അത്ര ഭാഗമുണ്ട്, ആ അത്ര ഭാഗം മാത്രമേ ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതുപ്പള്ളി പെരുന്നാൾ വരികയാണ്. ഇതുപോലെ ജനങ്ങൾ ഒഴുകുന്ന ഒരു വഴിയാണ്, പക്ഷേ ഇത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ പുതുപ്പള്ളിയിലെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ വർക്ക് നടക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ വർക്കാണ് ഇപ്പം നടക്കുന്നത്. PWD വർക്കല്ല, പഞ്ചായത്തിൻ്റെ വർക്കൊന്നുമല്ല. അപ്പോൾ അവർ ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ഇടാൻ വേണ്ടി എടുത്ത കുഴി മാത്രം അടച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു അവിടെ വെച്ച്. പുള്ളി ആ റോഡിൻ്റെ അവസ്ഥ എന്നോടൊന്ന് സംസാരിക്കുകയായിരുന്നു. പള്ളിയുടെ കുരിശുനൊട്ടിക്ക് ഇറങ്ങുന്നു, ഞാലിയാവഴി വാതാനം വഴി പോകുന്നു. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ വാതുക്കലാണ് ഈ റോഡ് കിടക്കുന്നത്. അപ്പം ഈ റോഡെന്ന് പറഞ്ഞാൽ ഇത് ഏറെക്കുറെ ഒരു 3-4 മാസമെങ്കിലും ആയി കാണും ഈ റോഡ് ഈ ശോചനീയാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. അതായത് നമ്മൾ പാർട്ടി നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട. ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട് കൂടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന പഞ്ചായത്തും ഉണ്ട്. ഈ നേതാക്കന്മാരൊന്നും ഈ വഴിക്ക് സത്യം പറഞ്ഞാൽ വരുന്നില്ല. അവർ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിക്കാരെ കുരിശും തൊട്ടി കറങ്ങി അതിലേ പോരുന്നത്. അവർ കാര്യം എന്നാന്ന് ചോദിച്ചാൽ പൊടിയടിക്കാൻ അവർക്ക് പറ്റത്തില്ല. സാധാരണക്കാരുള്ള ജനങ്ങളെ നമ്മളെപ്പോലുള്ള സ്കൂട്ടർ ആശ്രയിക്കുന്നവർ മാത്രമേ ഈ പൊടിയടിക്കുന്നുള്ളൂ. അവരെപ്പോലുള്ള സാധാരണക്കാരെ ഈ റോഡിൽ കൂടെ വരുന്നുള്ളൂ. ഈ ഒരു പഞ്ചായത്തിലും നമ്മൾ കാണാത്തൊരു ശോചനീയാവസ്ഥ. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ ഹൃദയഭാവം എന്ന് വേണേൽ പറയാം. ബാങ്ക് ഇരിക്കുന്നു, പഞ്ചായത്ത് ഇരിക്കുന്നു, അതിൻ്റെ ഹൃദയഭാഗത്ത് ഈ ഒരു ശോചനീയാവസ്ഥ, ഇത് മോശപ്പെട്ട ഒരവസ്ഥ. ഈ നൂറ്റാണ്ട് ഈ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ പലരും ഇവിടെ ജയിച്ചു പോയവർ പലരും ഉണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ റോഡിൻ്റെ അവസ്ഥ കാണുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരിതിലെ വരുന്നില്ല. അതാണ് അതിൻ്റെ ചോദ്യം. അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിക്കാവിലെ കറങ്ങി പോകുന്നു, ഇല്ലെങ്കിൽ കൈതാപ്പാലം കറങ്ങിയാണ് അവർ മറ്റുള്ള യാത്രകളിൽ പോയി. ഈ അവസ്ഥ പിന്നെ ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പൊടി തിന്നുക. കാര്യം ഞങ്ങൾക്ക് സ്കൂട്ടർ ആശ്രയം, പൊടി തിന്നുക. അതേ ഒരുപ്പെട്ട കടക്കാർ മുഴുവൻ ഇവിടെ അടച്ചിരിക്കുക. ഈ പഞ്ചായത്തിൻ്റെ വാതിലല്ലേ വേണ്ട, ഞങ്ങൾ പിരിവ് തരാൻ ഞങ്ങൾ സമ്മതമാണ്. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി ഇത്ര രൂപ പിരിവ്, അതായത് ഒരു വീട്ടിന് ഇത്ര രൂപ പിരിവിന് ഞങ്ങൾ കൊടുക്കാം. ഈ റോഡൊന്നും നന്നാക്കിയാൽ മതി. പഞ്ചായത്തിന് ഫണ്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു റോഡ് കിടക്കുന്ന എന്തൊരവസ്ഥയാണ്. പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ എവിടെയും അറിയപ്പെടുന്ന സ്ഥലമാണ്. പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ബാംഗ്ലൂർ എന്നാലും അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ബാംഗ്ലൂർ വന്നാലും പുതുപ്പള്ളിയിൽ എവിടെയാണ് താമസിക്കുന്നത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് എന്നറിയപ്പെടുന്നത്. ഇനി എന്തിലും ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി സാറിനെ ഇപ്പം പെരുന്നാളിന് നന്നാക്കും. എല്ലാ വർഷവും മെയ് 5, 6 പെരുന്നാളിന് ഈ വഴി ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നാക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഘോഷയാത്ര പോകണം, റാസ പോകുമ്പോൾ അവർക്ക് ഈ തടഞ്ഞു തപ്പിയൊന്നും പോകാൻ പറ്റിയല്ല. അവർക്ക് നേരായ വഴിക്ക് പോകണം. ഇതാണ് ഇതിനകത്തെ സത്യാവസ്ഥ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം കൊണ്ടോ മതപരമായിട്ടോ ഒന്നും പറഞ്ഞതല്ല, പച്ചയ്ക്കൊരു മനുഷ്യൻ പറയുന്നൊരു കാര്യം, ഇത് നന്നാക്കാൻ ഈ പുതുപ്പള്ളി പഞ്ചായത്തിന് സാധിക്കുകയില്ലേ? ഒറ്റ ചോദ്യമുള്ളൂ. ഈ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ വാതിൽക്കൽ കിടക്കുന്ന ഈ കയ്യെത്തും ദൂരത്തുള്ള മീറ്റർ ദൂരത്ത് നന്നാക്കാനുള്ള ഈ ഫണ്ട് ഈ പുതുപ്പള്ളി പഞ്ചായത്തിന് ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഞാനൊരു സാധാരണക്കാരനാണ്. എൻ്റെ ചോദ്യത്തിനകത്ത് എന്തേലും
നിങ്ങൾക്ക് ആരെയും രാഷ്ട്രീയപരമായിട്ടോ ഒന്നും കുറ്റം പറഞ്ഞല്ല, നേതാക്കന്മാർ താമസിക്കുന്ന എന്തുമാത്രം നേതാക്കന്മാരും പ്രമാണിമാരും താമസിക്കുന്ന സ്ഥലമാണ്. സത്യം. ഇഷ്ടം പോലെ കയ്യെത്തും ദൂരത്ത് പ്രമാണിമാരും താമസിക്കും. അവരുടെ വീടുകളെല്ലാം ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് നല്ല തറയോടിട്ട് നല്ല ക്ലീനായിട്ട് കിടക്കുന്നത്. അവർ കാറിലിറങ്ങും, ഗ്ലാസ് പൂക്കും, ഇതിലെ പോവുമല്ല, കറങ്ങിപ്പോവും. അവർക്ക് പൊടിയടിക്കാൻ പറ്റും. സാധാരണക്കാരായ നമ്മൾ ജനങ്ങൾ പൊടിയടിച്ച് സ്കൂട്ടറും സൈക്കിളും യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾ നടന്നും പോകുന്നവരാണ്. ഞങ്ങൾ പൊടിയടിച്ചു ഞങ്ങൾ പോവുക. ഇതിനിപ്പം നമ്മൾ ആരോടാ പറയുന്നത്? ഈ ശോഭനയാവശ്യം ആരോടാ നമ്മൾ ഈ കയറി? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലേ ഈ റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട്? അതും പഞ്ചായത്തിൻ്റെ വാതിലാണ്. അത് ഇവർക്ക് ഇതിനകത്ത് ഇരിക്കാനൊരു ഉളുപ്പില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത്ര മാതൃക കിടന്നിട്ട് ഈ പൊടിയടിച്ച് ഇതിനകത്ത് ഇരിക്കാനായിട്ട് ജോലിക്ക് വരാനും പോകാനും അല്ലെങ്കിൽ സ്ഥാനത്ത് ഇരിക്കാനും ഒരു ഉളുപ്പില്ല എന്നുള്ളത് ഭയങ്കര നല്ല കേട്ടോ. അത് പുതുപ്പള്ളിക്കാർ എല്ലാവരും വഴി ഈ വഴി നന്നായി കിടക്കാന്ന് വെച്ചു, പൈപ്പ് ഇട്ട് എല്ലാം റെഡിയാക്കി ഇരിക്കാന്ന് വെച്ചു. അത് റെഡിയാക്കി ഇട്ടിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ പറയും BJP-ക്കാരുടെ കേന്ദ്രത്തിലെ ഫണ്ടാണ്, ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയും. അതല്ലാതെ ഇപ്പം കേരള സർക്കാരിനെ അത് ഏത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഇത് അവരുടെ ഫണ്ടാണ്, BJP-ക്കാരുടെ ഫണ്ടായി 20%. വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ്, അതിന്റെ കൂട്ടത്തിലാണ് ജലജീവൻ മിഷന്റെ പൈപ്പിന്റെ പണിയും കൂടെ വന്നത്. അപ്പോഴത്തേന് ഇതിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ജലജീവൻ മിഷന്റെ ആൾക്കാർ വന്നിട്ട് ആ പൈപ്പ് ഇടുന്ന ലൈൻ നേരെ വെട്ടിപ്പൊളിച്ച് അത്ര ഭാഗം മാത്രമാണ് ഇപ്പോൾ അവർ കോൺക്രീറ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ഈ കുട്ടഞ്ചിറപ്പടിയോട് അടുത്ത് വരുന്ന സ്ഥലത്ത് റോഡ് വളരെയേറെ മോശമായിട്ട് തന്നെ കിടക്കുകയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളക്കെട്ടാണ്, ഒരു വിധത്തിലും വണ്ടി പോകത്തില്ല. അതുപോലെ തൊട്ടടുത്തൊരു കലുങ്കുണ്ട്, ആ കലുങ്കിലേക്ക് വെള്ളമൊഴുക്കെല്ലാം അടച്ചിരിക്കുകയാണ്. അതൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ വെച്ച് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിനെ കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ അവിടെ പണി നടക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ പഞ്ചായത്തിന് മുൻവശത്തുള്ള ഈ റോഡിന്റെ പണി കംപ്ലീറ്റ് പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 50 ലക്ഷം രൂപ അടുത്ത് ചെലവ് വരും. ഇതിലൊരു വെള്ളമൊഴുക്കുണ്ടായിരുന്ന ഓടയാണ്, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടായിരുന്നു. അപ്പൊ അവരത് അടച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളം ഒഴുകുന്നത് ഈ മോള് വശത്തു നിന്ന് വെള്ളം ഈ റോഡിലേക്ക് വന്ന് നിറയുകയാണ്. കാരണം വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ല. അപ്പൊ ആ ഓടയെല്ലാം അവർ കയ്യേറിയിരിക്കുകയാണ്. അപ്പൊ ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാം, ഇത് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ഓടയാണ്. ഇതിലെ വരുന്ന വെള്ളം ഇപ്പം അവസ്ഥ എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ നിരന്നൊഴുകുകയാണ്. ഇപ്പം കിഴക്കേക്കര എന്ന് പറയുന്ന ആ വീട്ടുകാരുടെ പറമ്പായിരുന്നു. അപ്പൊ അവരെല്ലാം അത് അടച്ചിരിക്കുകയാണ്. ആ വെള്ളം ഒഴുകുന്നിടമെല്ലാം അവരെ അടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. അവരും മണ്ണടിച്ച് പൊക്കിയപ്പോഴത്തേനാണ് ഈ കൂടുതൽ വെള്ളക്കെട്ട് അവിടെ രൂപപ്പെട്ടത്. അപ്പോൾ ഇവിടെ നേരെ PWDയുടെ പമ്പ് ഹൗസ് ആയിരുന്നു. അത് പഞ്ചായത്തിന്റെ കാലത്ത്, മുൻ ഭരണസമിതിയുടെ കാലത്ത് അവിടുത്തെ അത് പൊളിച്ചു നീക്കപ്പെട്ടതാണ്. പക്ഷെ അത് ഇപ്പോഴും ആ സ്വകാര്യ വ്യക്തിയുടെ കൈവശം തന്നെയാണ് ആ സ്ഥലം. അപ്പോൾ അവരത് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പരിസരത്ത് കിടക്കുന്ന വസ്തുവെല്ലാം ഇപ്പം ചിലം കേസാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുണ്ട്, നിങ്ങൾക്ക് കാണാം, ഇതൊരു ഓടയാണ് വെള്ളം ഒഴുകുന്നത്. ഇത് കുറച്ച് സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഓട അങ്ങ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് കാണാം, അതെല്ലാം അടഞ്ഞു പോയിരിക്കുകയാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ റോഡ്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഇതുപോലെ കുറേ പൈസ മുടക്കിയിട്ട് കാര്യമില്ല. അത് ഇവിടം കൊണ്ട് ഓട അവസാനിച്ചു, പിന്നെ ഓടയില്ല. ഇവിടുന്ന് വരുന്ന വെള്ളമാണ് ഈ റോഡിൽ കൂടെ നിരന്നൊഴുകി അവിടെ ഒരു വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നത്. അവിടെ എത്ര പണിതാലും ആ റോഡ് നന്നാകത്തില്ല. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കി ഈ റോഡ് പണിയണമെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ ചിലവാകുമെന്നാണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാം ഈ കാഴ്ചകളെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ നിന്നും വില്ലേജ് ബാങ്കിന്റെ അവിടെ നിന്നുള്ള ഓട ഉണ്ട്, നിങ്ങൾക്ക് കാണാം, ഓടയാണത് കണ്ടോ. ഇതെല്ലാം മണ്ണ് കയറി അടഞ്ഞിരിക്കുകയാണ്. ഇതിന് ഈ റോഡിന് എന്ന് ഒരു ശാപമോക്ഷം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കുട്ടഞ്ചിറപ്പടി എന്നുള്ള ദൃശ്യമാണ്. അവിടെയും വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെയാണ് ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സൈഡിലെല്ലാം പോയി കിടക്കുകയാണ്. അവിടെയാണ് ഇപ്പോഴത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ വരുന്ന എന്തുമാത്രം ആൾക്കാർ ഈ റോഡിൽ കൂടെ പോകേണ്ടത്. പക്ഷെ നമ്മുടെ പുതുപ്പഴ അവസ്ഥ ഇത് തന്നെ ആയിപ്പോയല്ലോ, വളരെ കഷ്ടമാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതുപ്പള്ളി ടുഡേ ലൈവ്.